നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ അതായത് നമ്മുടെ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, ജീവൻ്റെ ഉത്ഭവം, ജീവികളുടെയും അതിൻ്റെ നോട്ട്സ്, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം നോട്ട്സ് ഉൾപ്പെടുത്തിയതും പിന്നെ ലെറ്റേഴ്സസ് സോൾവിങ്ങും ഉൾപ്പെടുത്തിയ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പ്രൊക്യാരിയോട്സ്. പ്രൊക്യാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് പ്രൊക്യാരിയോട്ടുകൾക്ക് ഉദാഹരണം? എന്താണ് പ്രൊക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ? എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്തത് അല്ലേ? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സ്തരാവരണമുള്ള ന്യൂക്ലിയസും മറ്റ് കോശാംഗങ്ങളും മറ്റ് സെൽ ഓർഗനൽസും ഇല്ലാത്ത സെൽസാണ് പ്രൊക്യാരിയോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇതെവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ. ഈസ്റ്റും ബാക്ടീരിയയും. മനസ്സിലായല്ലോ? അപ്പോൾ ഈസ്റ്റും ബാക്ടീരിയയും ഏതിന് എക്സാമ്പിളാണ്? പ്രൊക്യാരിയോട്ടുകൾക്ക് അല്ലെങ്കിൽ പ്രൊക്യാരിയോട്സിന് എക്സാമ്പിളാണ്. അങ്ങനെയെങ്കിൽ യൂക്യാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, അനിമൽസ്, ക്യാറ്റ്, ഡോഗ്, ഇതൊക്കെ പൂച്ച, പട്ടി, മനുഷ്യർ, സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ ഒക്കെ ഏതാണ്? യൂക്യാരിയോട്ടിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. യൂക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉണ്ട്, സ്തരാവരണമുള്ള മർമ്മമുണ്ട്, സ്തരാവരണമുള്ള മറ്റു കോശാംഗങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊക്യാരിയോട്സും യൂക്യാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് യൂക്യാരിയോട്ടിക് സെൽസ് ഇവോൾവ്ഡ് ഫ്രം പ്രൊക്യാരിയോട്ടിക് സെൽസ്? എങ്ങനെയാണ് യൂക്യാരിയോട്ടിക് സെൽസ് പ്രൊക്യാരിയോട്ടിക് സെൽസിൽ നിന്ന് പരിണാമം പ്രാപിച്ചത്? പ്രൊക്യാരിയോട്ടിക് സെൽസിന് പരിണാമം പ്രാപിച്ചാണ് യൂക്യാരിയോട്ടിക് സെൽസ് ഉണ്ടായത്, ഇവോൾവ് ആയത്. അപ്പോൾ എങ്ങനെയാണത് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കിയോളൂ. ഇൻ പ്രൊക്യാരിയോട്ടിൽ ജനറ്റിക് മെറ്റീരിയൽ ഈസ് സ്കാറ്റേർഡ് വിത്തിൻ ദ സൈറ്റോപ്ലാസം. പ്രൊക്യാരിയോട്ടിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, ഒരു സെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ അത് സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ കോശത്തിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്ലൂയിഡ് പാർട്ട്, കോശദ്രവ്യം എന്ന് പറയും. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ചിതറി കിടക്കുകയാണ്. As part of the evolutionary process, a membrane was formed for the nucleus. എവല്യൂഷണറി പ്രോസസ്സ് അല്ലെങ്കിൽ പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് ആ ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഫോം ചെയ്തു. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഒരു മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഒരു സ്തരം, ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഒരു സ്തരം ഫോം ചെയ്യുന്നു. മെംബ്രെയിൻ എന്ന് വെച്ചാൽ സ്തരം. ഇൻ അഡിഷൻ, അത് കൂടാതെ അതർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആൾസോ ഫോംഡ്. ന്യൂക്ലിയസ് കൂടാതെ ആ സെല്ലിൻ്റെ അകത്തുള്ള മറ്റു സെൽ ഓർഗനൽസ്, മറ്റു കോശാംഗങ്ങൾക്കും എന്ത് വരുന്നു? ആ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ലേ, സ്ഥലം കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള ഒരു ഘടന കൈവരുന്നു മറ്റുള്ള സെൽ ഓർഗനൽസിനും. ദിസ് ഈസ് ഹൗ യൂക്യാരിയോട്ടിക് സെൽസ് ഇവോൾവ്ഡ് ഫ്രം പ്രൊക്യാരിയോട്ടിക് സെൽ. ഇങ്ങനെയാണ് ആ യൂക്യാരിയോട്ടിക് സെല്ല് പ്രൊക്യാരിയോട്ടിക് സെല്ലിൽ നിന്ന് പരിണാമം പ്രാപിച്ച് വന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇൻ പ്രൊക്യാരിയോട്സിൽ ജനറ്റിക് മെറ്റീരിയൽ ഈസ് സ്കാറ്റേർഡ് വിത്തിൻ ദ സൈറ്റോപ്ലാസത്തിൽ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ ജനറ്റിക് മെറ്റീരിയൽസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്, ചിതറി കിടക്കുകയാണ്. ആസ് പാർട്ട് ഓഫ് ദി എവല്യൂഷണറി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എ മെംബ്രെയിൻ വാസ് ഫോംഡ് ഫോർ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഫോം ചെയ്യുന്നു. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു സ്തരം ഫോം ചെയ്യുന്നു. ഇൻ അഡിഷൻ, അതുകൂടാതെ അതർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിനസ് ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആൾസോ ഫോംഡ്. മറ്റുള്ള സെൽ ഓർഗനൽസിനും ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ലേ. മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ എന്ന് വെച്ചാൽ സ്ഥലം കൊണ്ട് പൊതിഞ്ഞ ഒരു സ്ട്രക്ചർ എന്നുള്ള, ബൗണ്ട് എന്ന് വെച്ചാൽ പൊതിയുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ, സ്ഥലം കൊണ്ട് പൊതിഞ്ഞ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു മറ്റുള്ള സെൽ ഓർഗനൽസിന്. ദിസ് ഈസ് ഹൗ, ഇങ്ങനെയാണ് യൂക്യാരിയോട്ടിക് സെൽസ് ഇവോൾവ്ഡ് ഫ്രം പ്രൊക്യാരിയോട്ടിക് സെൽസ്. യൂക്യാരിയോട്ടിക് സെൽസ് പ്രൊക്യാരിയോട്ടിക് സെൽസിൽ നിന്ന് ഇവോൾവ് ആയത്. പ്രൊക്യാരിയോട്ടിക് കോശങ്ങളിൽ നിന്ന് യൂക്യാരിയോട്ടിക് കോശങ്ങൾ പരിണമിച്ചത് എങ്ങനെ? പ്രൊക്യാരിയോട്ടുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ്. എന്നാൽ പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടു. പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് ആദ്യം മർമ്മത്തിന് ഒരു സ്തരാവരണം രൂപപ്പെട്ടു. കൂടാതെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമായ സ്തരാവരണത്തോടു കൂടിയ മറ്റു കോശാംഗങ്ങളും രൂപപ്പെട്ടു. മറ്റുള്ള കോശാംഗങ്ങളും എന്ത് ചെയ്തു? ഈ സ്തരാവരണം രൂപപ്പെട്ടു വന്നു. ആ മറ്റുള്ള കോശാംഗങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടുള്ളവയാണ്. അപ്പോൾ മറ്റുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പര്യാപ്തമായ കോശാംഗങ്ങൾക്കും എന്ത് വന്നു? സ്തരാവരണം വന്നു. ഇങ്ങനെയാണ് പ്രൊക്യാരിയോട്ടിക് കോശങ്ങളിൽ നിന്നും യൂക്യാരിയോട്ടിക് കോശങ്ങൾ പരിണമിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പട്ടികയാണ്. ഇതാണ് പട്ടിക 8.2. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിയോളൂ.
ആദ്യം ഇൻഡിക്കേറ്റേഴ്സ്. സ്ട്രക്ചർ. പ്രൊക്കാരിയോട്ടിക് സെല്ലിന് സിമ്പിൾ സ്ട്രക്ചറാണ്, എന്നാൽ യൂക്കാരിയോട്ടിക് സെല്ലിനാണെങ്കിലോ കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഇനി ന്യൂക്ലിയസ് പ്രൊക്കാരിയോട്ടിക് സെല്ലിനാണെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെന്റ്. സ്തരാവരണമുള്ള ഒരു ന്യൂക്ലിയസ് പ്രൊക്കാരിയോട്ടിൽ ഇല്ല അല്ലേ. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്തരം കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ് പ്രൊക്കാരിയോട്ടിൽ. എന്നാൽ യൂക്കാരിയോട്ടിക് സെല്ലിലാണെങ്കിലോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് വിത്ത് മെംബ്രെയിൻ കവറിങ്. വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതോടൊപ്പം അതിനെന്തുണ്ട്, ഒരു മെംബ്രെയിൻ കവറിങ്ങും ഉണ്ട്, ഒരു സ്തരം കൊണ്ടുള്ള ആവരണവും അതിനുണ്ട്. ഇനി സെൽ ഓർഗനൽസ് സച്ച് ആസ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. സെൽ ഓർഗനൽസ് ആയ അല്ലെങ്കിൽ കോശാംഗങ്ങളായ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് എന്നിവയുടെ കാര്യമാണ് പറയുന്നത്. എന്താണ്, പ്രൊക്കാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിങ്. ഈ സെൽ ഓർഗനൽസിന് മെംബ്രെയിനസ് കവറിംഗ് ഒന്നും ഇല്ല. ഏതില്, പ്രൊക്കാരിയോട്ടിക്കില് അല്ലേ. അപ്പോൾ പ്രൊക്കാരിയോട്ടിക് സെല്ലാണെങ്കിൽ സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിംഗ്, അതായത് സ്തരാവരണം ഇല്ല. ഇനി യൂക്കാരിയോട്ടിലാണെങ്കിൽ സെൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിനസ് കവറിംഗ് ഉള്ള സെൽ ഓർഗനൽസ് ആണ് യൂക്കാരിയോട്ടിന്. ഇനി മലയാളം മീഡിയംകാർ നോക്കിയോളൂ. ഘടന. പ്രൊക്കാരിയോട്ടിക് കോശങ്ങൾക്കാണെങ്കിൽ ലളിതമായ ഘടനയാണുള്ളത്, യൂക്കാരിയോട്ടിക് കോശങ്ങൾക്കാണെങ്കിൽ സങ്കീർണമായ ഘടനയാണുള്ളത്. മർമ്മം എങ്ങനെയാണ്, സ്തരാവരണം ഇല്ലാത്ത മർമ്മമാണ് പ്രൊക്കാരിയോട്ടിനുള്ളത്, എന്നാൽ യൂക്കാരിയോട്ടിനാണെങ്കിൽ സ്തരാവരണത്തോടു കൂടിയ വ്യക്തമായ മർമ്മമാണുള്ളത്. ഇനി മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ. പ്രൊക്കാരിയോട്ടിക്കിലാണെങ്കിൽ സ്തരാവരണമില്ലാത്ത കോശാംഗങ്ങൾ അല്ലെ. ഇവിടെ സ്തരാവരണം ഇല്ല, കോശാംഗങ്ങൾക്ക് എന്തില്ല, സ്തരാവരണമില്ല, അതാണ് സ്തരാവരണമില്ലാത്ത കോശാംഗങ്ങൾ. ഇനി യൂക്കാരിയോട്ടിക് കോശങ്ങളിലാണെങ്കിൽ സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങൾക്കെല്ലാം എന്തുണ്ട്, സ്തരാവരണമുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 3.8 ബില്യൺ ഇയേഴ്സ് അഗോ, 3.5 ബില്യൺ ഇയേഴ്സ് അഗോ, 2.5 ബില്യൺ ഇയേഴ്സ് അഗോ, 800 ബില്യൺ ഇയേഴ്സ് അഗോ. എന്നിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് അതിന്റെയൊക്കെ ആൻസേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഇവയെ തമ്മിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് എഴുതണം, ചേരുംപടി ചേർത്ത് എഴുതണം. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കിയാലോ. 3.8 ബില്യൺ ഇയേഴ്സ് അഗോ, 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? പ്രിമിറ്റീവ് ലിവിംഗ് സെൽസ് ഇവോൾഡ് ഇൻ ഓഷ്യൻ. സമുദ്രങ്ങളിൽ പ്രിമിറ്റീവ് ലിവിംഗ് സെൽസ് അല്ലെങ്കിൽ ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ 3.8 ബില്യൺ ഇയേഴ്സ് അഗോയിൽ ആ സമുദ്രങ്ങളിൽ ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. ഇനി അടുത്ത 3.5 ബില്യൺ ഇയേഴ്സ് എഗോ, 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? പ്രൊക്കാരിയോട്ടിക് സെൽ ഇവോൾഡ്. പ്രൊക്കാരിയോട്ടിക് സെൽസ് ഇവോൾവ് ആയി, പ്രൊക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. അടുത്ത 2.5 ബില്യൺ ഇയേഴ്സ് അഗോ, 2.5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചത്? ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ടഡ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ആരംഭിച്ചു. എന്നാണ് 2.5 ബില്യൺ ഇയേഴ്സ് അഗോ. അപ്പോൾ 3.8 പ്രിമിറ്റീവ് ലിവിംഗ് സെൽസ് ഓഷ്യൻസിൽ രൂപപ്പെട്ടു. 3.5 ആയപ്പോൾ പ്രൊക്കാരിയോട്ടിക് സെൽ ഇവോൾവ് ആയി. 2.5 ആയപ്പോൾ ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ വേറൊരു പോയിന്റും കൂടെ ഉണ്ട്, യൂക്കാരിയോട്ടിക് സെൽസ് ഇവോൾവ് ആയത് 2.5 ബില്യൺ ഇയേഴ്സ് അഗോ. അതോടൊപ്പം തന്നെ ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്തതും 2.5 ബില്യൺ ഇയേഴ്സ് അഗോയിലാണ്. അടുത്തത് 800 ബില്യൺ ഇയേഴ്സ് അഗോ കോംപ്ലക്സ് ലൈഫ് ഫോംസ് ഇവോൾവ്. കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ സങ്കീർണമായ ജീവിവർഗങ്ങൾ രൂപപ്പെട്ടു, അല്ലെങ്കിൽ സങ്കീർണമായ ജീവികൾ രൂപപ്പെട്ടു. മനസ്സിലായോ? ഇതാണ് ഇതിനെ തമ്മിൽ നമ്മൾ എന്താണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രങ്ങളിൽ ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രൊക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ആരംഭിച്ചു, അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയുണ്ട്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ആരംഭിച്ചു, അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. 3.5 പ്രൊക്കാരിയോട്ടിക് രൂപപ്പെട്ടു. അത് കഴിഞ്ഞ് 2.5 ആയപ്പോൾ യൂക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. പിന്നെ 800 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർണമായിട്ടുള്ള ജീവികൾ രൂപപ്പെട്ടു. അടുത്തത് ദ ഫോളോയിങ് ഈസ് എ ക്രോണോളജിക്കൽ ടേബിൾ റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് വേരിയസ് സ്പീഷീസ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദി എർത്ത് ടു ദ പ്രസന്റ്. അനലൈസ് ദിസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ക്രോണോളജിക്കൽ ടേബിൾ എന്ന് പറഞ്ഞാൽ കാലഗണന പട്ടിക എന്ന് പറയും കേട്ടോ, കാലഗണന പട്ടിക. അപ്പം നമ്മുടെ ഭൂമിയുടെ ഒറിജിൻ മുതൽ വേരിയസ് സ്പീഷീസിലുള്ള ജീവിവർഗങ്ങൾ പരിണമിച്ചുണ്ടായത് വരെയുള്ള ഒരു ക്രോണോളജിക്കൽ ടേബിൾ അല്ലെങ്കിൽ കാലഗണന പട്ടികയാണ് താഴെ തന്നിട്ടുള്ളത്. ഈ ടേബിളിനെ അനലൈസ് ചെയ്ത് നമ്മളൊരു നോട്ട് തയ്യാറാക്കണം. ഭൂമിയുടെ ഉത്ഭവം മുതൽ ഇന്ന് വരെയുള്ള വിവിധ ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കാലഗണന പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. ഇത് വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇനി അതിന്റെ താഴെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ, സെയിം ആൻസർ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ?
Prepare a timeline on the evolutionary process from the origin of the earth to the emergence of different living beings. അതായത് ഭൂമിയുടെ ഉത്ഭവം മുതൽ വൈവിധ്യമാർന്ന വിവിധ ജീവജാലങ്ങൾ രൂപപ്പെട്ട് വരാനെടുത്ത സമയം കാണിക്കുന്ന ഒരു കാലഗണന പട്ടിക തയ്യാറാക്കുക. അതായത് ഇവിടെ നമുക്കൊരു കാലഗണന പട്ടിക തന്നിട്ടുണ്ട്, ക്രോണോളജിക്കൽ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ അല്ലെങ്കിൽ ടൈം ലൈൻ, അത് ആ ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ടൈം ലൈൻ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രോണോളജിക്കൽ ടേബിൾ അല്ലെങ്കിൽ ടൈം ലൈൻ അല്ലെങ്കിൽ കാലഗണന പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ ഒരു ടേബിൾ അങ്ങ് വരച്ചു വയ്ക്കുക. നമ്മുടെ ടെക്സ്റ്റിലുള്ള ടേബിൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ വരച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് ഒക്കെ എഴുതണം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ ആ നോട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ടേബിൾ നമുക്കൊന്ന് നോക്കാം. നോക്കിയുള്ളൂ. 4 to 4.6 ബില്യൺ ഇയേഴ്സ് എഗോ, അതായത് 4 മുതൽ 4.6 ബില്യൺ വർഷങ്ങൾ, ആ ഒരു സമയത്താണ് ആര് രൂപപ്പെട്ടത്? ദ ഒറിജിൻ ഓഫ് ദ എർത്ത്, നമ്മുടെ ഭൂമി ഉത്ഭവിച്ചത്, ഭൂമിയുടെ ഉത്ഭവം. അപ്പോൾ ഭൂമിയുടെ ഉത്ഭവം നടന്ന ആ ഒരു കാലയളവ് എപ്പോഴാണ്? 4 മുതൽ 4.6 ബില്യൺ വർഷങ്ങൾക്കിടയിൽ. അതെ, 4നും 4.6 ബില്യൺ വർഷങ്ങൾക്കും ഇടയിലാണ് നമ്മുടെ ഭൂമി ഉത്ഭവിച്ചത്, ഭൂമി ഉത്ഭവം ചെയ്ത് വന്നത്. അടുത്തത് 3.5 to 2.5 ബില്യൺ ഇയേഴ്സ്, അതായത് 3.5 2.5 ഈ ബില്യൺ വർഷങ്ങൾക്കിടയിലാണ് എന്ത് സംഭവിച്ചത്? ഫോർമേഷൻ ഓഫ് ദി ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, സിംഗിൾ സെൽഡ് പ്രോക്യാരിയോട്സ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ. ഫോർമേഷൻ ഓഫ് ദി ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ആദ്യത്തെ ജീവന്റെ രൂപീകരണം. എങ്ങനെയുള്ളതായിരുന്നു അത്? സിംഗിൾ സെൽഡ് പ്രോക്യാരിയോട്സ്, ഒരൊറ്റ കോശമുള്ള പ്രോക്യാരിയോട്സ് ആയിരുന്നു. വിത്ത് സിമ്പിൾ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ അത് ലളിത ഘടനയുള്ള, സിമ്പിൾ സ്ട്രക്ചറുള്ള, അല്ലെ, ലളിതമായ ഘടനയുള്ളതും അല്ലെങ്കിൽ സിമ്പിൾ സ്ട്രക്ചറുള്ള ഒരു സിംഗിൾ സെൽഡ് പ്രോക്യാരിയോട്സിന്റെ ഫോർമേഷൻ അതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ജീവന്റെ ആദ്യത്തെ രൂപം. മനസ്സിലായോ? അപ്പം നോക്കിയുള്ളൂ, മലയാളം മീഡിയംകാർക്കുള്ളത് 3.5നും 2.5 ബില്യൺ വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? ആദ്യത്തെ ജീവന്റെ രൂപീകരണം, ലളിത ഘടനയോട് കൂടിയ ഏകകോശ പ്രോകാരിയോട്ടുകൾ. അടുത്തത് 2.5 ബില്യൺ ടു 541 മില്യൺ ഇയേഴ്സ്, അതെ, 2.5 ബില്യൺ വർഷങ്ങൾക്കും 541 മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? 2.5 ബില്യൺ വർഷങ്ങൾക്കും 541 മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതായത് അവിടെ എന്ത് രൂപപ്പെട്ടു? യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ്, അല്ലേ, യൂക്യാരിയോട്ടിക് സെൽസ് രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും, അല്ലേ, യൂക്യാരിയോട്ടിക് സെൽസ് ഉള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് രൂപപ്പെട്ടു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ ആണല്ലോ. 2.5 ബില്യണിനും 541 മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ രൂപപ്പെട്ടു, അല്ലേ, യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾ പറയുമ്പോൾ തന്നെ അതെന്താണ്? യൂക്യാരിയോട്ടുകളാണ്, അല്ലേ. അപ്പോൾ യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ രൂപപ്പെട്ട ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് 2.5 ബില്യണിനും 541 മില്യണും വർഷങ്ങൾക്കിടയിലാണ്. അപ്പോൾ 2.5 ബില്യൺ 541 മില്യൺ, മായാണ് കേട്ടോ, മില്യൺ കേട്ടോ, അത് മാറിപ്പോവരുത്. അടുത്തതല്ല, ഇനി മില്യൺ വർഷങ്ങളാണ് കേട്ടോ. 541 മുതൽ 252 മില്യൺ വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൺ ലാൻഡ്, അതായത് ലാൻഡിൽ, നമ്മുടെ കരയിൽ പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഇവോൾവ് ചെയ്തു, അല്ലേ. കരയിൽ പ്ലാന്റ്സും അനിമൽസും ഒക്കെ വന്നത് എപ്പോഴാണ്? 541നും 252 മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ. 541 252 മില്യൺ വർഷങ്ങൾക്കിടയിലാണ് പ്ലാന്റ്സും അനിമൽസും ലാൻഡിൽ എന്ത് ചെയ്തു? ഇവോൾവ് ചെയ്ത് വന്നത്. 541 മുതൽ 252 ദശലക്ഷം വർഷങ്ങൾ, അല്ലേ, ദശലക്ഷം വർഷങ്ങൾ. മില്യൺ എന്ന് വെച്ചാൽ ദശലക്ഷം, അല്ലേ, മില്യൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ ദശലക്ഷം എന്ന് എഴുതിയാലും മതി. അവിടെ എന്താ സംഭവിച്ചത്? സസ്യങ്ങളും ജന്തുക്കളും കരയിൽ രൂപപ്പെട്ടു. അടുത്തത് 252നും 66 മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? 252നും 66 മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? ഡൈനോസറസ്. അതാണ് ഡൈനോസറസ് രൂപപ്പെട്ട കാലഘട്ടം. ഡൈനോസറസ് ഒക്കെ രൂപപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 252നും 66 മില്യൺ ഇയേഴ്സിനും ഇടയിലാണ് കേട്ടോ. 252നും 66 മില്യൺ ഇയേഴ്സിനും ഇടയിൽ എന്താണ് രൂപപ്പെട്ടത്? ഡൈനോസറസ് രൂപപ്പെട്ട ആ ഒരു കാലഘട്ടം. 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ എന്താണ് രൂപപ്പെട്ടത്? ദിനോസറുകൾ. അടുത്തത്
ഫ്രം 66 മില്യൺ ഇയേഴ്സ് എഗോ ടു ദ പ്രസൻറ്റ്. 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോൾ വരെയും, 66 മില്യൺ വർഷങ്ങൾ മുതൽ ഇപ്പോൾ വരെയുള്ള കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? എമർജൻസ് ഓഫ് മാമൽസ്, സസ്തനികളുടെ രൂപപ്പെടൽ. ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യവർഗത്തിൻ്റെ രൂപപ്പെടൽ അല്ലെങ്കിൽ ഉത്ഭവം, മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവം. അതുപോലെ മാമൽസ്, എമർജൻസ് ഓഫ് മാമൽസ്, മാമൽസ് അല്ലെങ്കിൽ മാമൽസ് എന്ന് വെച്ചാൽ എന്താണ്? സസ്തനികൾ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്നറിയപ്പെടുന്നത്, മാമൽസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാമൽസിൻ്റെ എമർജൻസ്, മാമൽസ് രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ബീയിങ്, മനുഷ്യവർഗവും രൂപപ്പെട്ടു. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇതുവരെ സസ്തനികളുടെ ആവിർഭാവം, മനുഷ്യൻ്റെ ഉൽപ്പത്തി. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നോട്ട് തയ്യാറാക്കി, അത് നമുക്ക് നോക്കാം. നോക്കൂ, ഹെഡിങ് ഇതാണ്: ടൈം ലൈൻ ഓഫ് ദ എവല്യൂഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ലൈഫിൻ്റെ, ജീവൻ്റെ എവല്യൂഷൻ, ജീവൻ്റെ പരിണാമത്തിൻ്റെ ടൈം ലൈൻ, കാലഗണന പട്ടിക, കാലഗണന. അപ്പോൾ നോക്കിയോളൂ. 1 ഏതൊക്കെയാണ്? 4 to 4.6 ബില്യൺ ഇയേഴ്സ്. 4നും 4.6 ബില്യൺ ഇയേഴ്സിനും ഇടയിൽ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് വേണം നിങ്ങൾ എഴുതാനുള്ളത്. ഒറിജിൻ ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ ഒറിജിൻ അല്ലേ, ഭൂമിയുടെ ഉത്ഭവം. എന്നിട്ട് എൻ്റെ താഴെ എന്താണുള്ളത്? ദ എർത്ത് വാസ് ഫോംഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ ഒരു കാലയളവിലാണ് ആര് ഫോം ചെയ്തത്? എർത്ത് ഫോം ചെയ്തത്. ഇനി രണ്ടാമത്തത് 3.5 to 2.5 ബില്യൺ ഇയേഴ്സ്. 3.5നും 2.5 ബില്യൺ ഇയേഴ്സിനും ഇടയിൽ അവിടെ എന്താ സംഭവിച്ചത്? ഫോർമേഷൻ ഓഫ് ദി ഫസ്റ്റ് ലൈഫ് ഫോംസ്, ആദ്യ ജീവന്റെ രൂപീകരണം. ഫോർമേഷൻ ഓഫ് ദി ഫസ്റ്റ് ലൈഫ് ഫോംസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ജീവന്റെ രൂപീകരണം. പിന്നെ എൻ്റെ താഴെ എന്തായിട്ടുള്ളത്? സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് കോൾഡ് പ്രൊക്യാരിയോട്സ് അപ്പിയർഡ്. സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള, സിംഗിൾ സെൽഡ്, ഒരൊറ്റ കോശമുള്ള ഓർഗാനിസംസ്, ജീവികൾ വന്നു, അപ്പിയറായി. അതിൻ്റെ പേരാണ് പ്രൊക്യാരിയോട്സ്. പ്രൊക്യാരിയോട്സ് അപ്പിയർ ചെയ്തു. ഏത് സമയത്താണ്? 3.5നും 2.5 ബില്യൺ ഇയേഴ്സിനും സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ. ദീസ് ഹാഡ് നോ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇവയ്ക്ക് എന്തില്ല? ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ ആണല്ലോ, നമ്മൾ പഠിച്ചതാണ് പ്രൊക്യാരിയോട്സിൻ്റെ പ്രത്യേകതകൾ. ഇനി മൂന്നാമത്തത് 2.5 ബില്യൺ ടു 541 മില്യൺ ഇയേഴ്സ്. 2.5 ബില്യണിനും 541 മില്യൺ ഇയേഴ്സിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത്? എമർജൻസ് ഓഫ് യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ഉത്ഭവിച്ചു അല്ലേ. അതോടൊപ്പം തന്നെ അതിലൂടെ അതെങ്ങനെയുള്ളതായിരുന്നു? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. യൂക്യാരിയോട്ടുകളായ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഇവോൾവായി അല്ലെങ്കിൽ എമർജൻസ് ചെയ്തു, ഉത്ഭവിച്ചു അല്ലെങ്കിൽ ആവിർഭവിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ എമർജൻസ് എന്ന് വെച്ചാൽ ആവിർഭവിച്ചു. എന്താ ആവിർഭവിച്ചു? യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അതെങ്ങനെയുള്ളത്? യൂക്യാരിയോട്സ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് രൂപപ്പെട്ടു. പിന്നെ എൻ്റെ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? ദീസ് ഓർഗാനിസംസ് ഹാഡ് കോംപ്ലക്സ് സ്ട്രക്ചർ. ഈ ഓർഗാനിസത്തിന് എന്താണുള്ളത്? കോംപ്ലക്സ് സ്ട്രക്ചർ, അതായത് എന്താണ്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയാണുള്ളത്. വിത്ത് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് ഓർഗനൽസ്. പിന്നെ അവയ്ക്ക് എന്തുണ്ട്? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്, തരാവരണമുള്ള ന്യൂക്ലിയസും പിന്നെ ഓർഗനൽസ്, കോശാംഗങ്ങളും ഉണ്ട്. ഏതിന്? ഈ യൂക്യാരിയോട്സിന്. മനസ്സിലായോ? അപ്പോൾ 2.5 ബില്യണിനും 541 മില്യൺ ഇയേഴ്സിനും ഇടയിൽ എന്താ സംഭവിച്ചത്? എമർജൻസ് ഓഫ് യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആവിർഭവിച്ചു. പിന്നെ അവരുടെ അടുത്ത പ്രത്യേകതയാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ദീസ് ഓർഗാനിസംസ് ഹാവ് കോംപ്ലക്സ് സ്ട്രക്ചർ. ഈ പറയുന്ന ഓർഗാനിസത്തിന് എന്താണുള്ളത്? കോംപ്ലക്സ് സ്ട്രക്ചറാണുള്ളത്, സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയാണുള്ളത്. പിന്നെന്താണ്? വിത്ത് എ മെംബ്രെയിനസ് ബൗണ്ട് ന്യൂക്ലിയസ്. മെംബ്രെയിനിയസ് ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ്, തരാവരണം. മെംബ്രെയിനിയസ് ബൗണ്ട് എന്ന് വെച്ചാൽ തരാവരണമുള്ള എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മം, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഓർഗനൽസ്, പിന്നെ കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് എന്നും എഴുതാം. പിന്നെ കോശാംഗങ്ങളും ഉണ്ട്. ഇനി അടുത്തത് 541നും 252 മില്യൺ ഇയേഴ്സിന് ഇടയിൽ, 541നും 252 മില്യൺ ഇയേഴ്സിന് ഇടയിൽ എന്താ സംഭവിച്ചത്? അപ്പിയറൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൺ ലാൻഡ്. ലാൻഡിൽ അല്ലേ, കരയിൽ ഈ പ്ലാന്റ്സും അനിമൽസും ഒക്കെ കാണപ്പെട്ടു. പ്ലാന്റ്സും അനിമൽസും ഒക്കെ കരയിൽ രൂപപ്പെട്ട് വന്നത് ഈ കാലഘട്ടത്തിലാണ്. ഏത്? 541നും 252 ദശലക്ഷം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മില്യൺ വർഷങ്ങൾക്കും ഇടയിൽ. അടുത്തത്
252 ടു 66 മില്യൺ ഇയേഴ്സ്, 252 ടു 66 മില്യൺ ഇയേഴ്സ്, 252 വർഷങ്ങൾക്കും 66 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? ഡൈനോസേഴ്സ് ലീവ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ആര് ജീവിച്ചിരുന്നത്? ഡൈനോസറുകൾ ജീവിച്ചിരുന്നത് അല്ലേ? ഡൈനോസേഴ്സ് ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു 252നും 66 മില്യൺ ഇയേഴ്സിന് ഇടയിൽ. ഇനി എന്താ പറ്റുള്ളത്? ഡൈനോസേഴ്സ് വേ ദ ഡോമിനന്റ് അനിമൽസ് ഓൺ എർത്ത് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡൈനോസറുകളായിരുന്നു നമ്മുടെ ഭൂമിയിൽ ഡോമിനന്റ് എന്ന് വെച്ചാൽ ആധിപത്യം പുലർത്തിയിരുന്ന ജീവികൾ. ഭൂമിയിൽ ഡോമിനന്റ് ആയ എന്ന് വെച്ചാൽ ആധിപത്യം പുലർത്തിയിരുന്ന ജീവികൾ ആ ഒരു കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടത്തിൽ? 252നും 66 മില്യൺ ഇയേഴ്സിന് ഇടയിൽ കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള ജീവികൾ, അനിമൽസ് എന്ന് പറയുന്നത് ആരാണ്? ഡൈനോസേഴ്സ്. മനസ്സിലായോ? ഡൈനോസേഴ്സ് വെയർ ദ ഡോമിനന്റ് അനിമൽസ്. ഡൈനോസേഴ്സ് ആയിരുന്നു ഡോമിനന്റ് ആയിട്ടുള്ള ആധിപത്യം പുലർത്തിയിരുന്ന ജീവികൾ, അനിമൽസ് ഓൺ എർത്ത്, ഭൂമിയിൽ. എപ്പോൾ? ഡ്യൂറിങ് ദിസ് പീരിയഡ്, ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഏത് കാലഘട്ടം? 252 മുതൽ 66 മില്യൺ ഇയേഴ്സ്. അടുത്തത് ഫ്രം 66 മില്യൺ ഇയേഴ്സ് എഗോ ടു പ്രസന്റ്. 66 മില്യൺ ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇപ്പോൾ വരെ, ഇതുവരെ അല്ലെ, ഈ ഒരു സമയം വരെ ഉള്ള കാലഘട്ടമാണ്. എന്താണ്? എമർജൻസ് ഓഫ് മാമൽസ് ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. സസ്തനികളുടെ, മാമൽസ് എന്ന് വെച്ചാൽ സസ്തനികളുടെ എമർജൻസ്, ആവിർഭാവം. പിന്നെ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാരുടെ ഒറിജിൻ, മനുഷ്യന്റെ ഉൽപ്പത്തി. ഓക്കെ ആണല്ലോ? പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? എമർജൻസ് ഓഫ് മാമൽസ് ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മാമൽസിന്റെ എമർജൻസും പിന്നെ ഹ്യൂമൻ ബീയിങ്സിന്റെ ഒറിജിനും. പിന്നെന്താണ്? ആഫ്റ്റർ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ഡൈനോസേഴ്സ്. ഈ ഡൈനോസറിന്റെ എക്സ്റ്റിങ്ഷന് ശേഷം, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡൈനോസറുകൾ എന്ത് ചെയ്തു? വംശനാശം നേരിട്ടു അല്ലേ? അതായത് നമ്മുടെ ഭൂമിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉൽക്ക വന്ന് പതിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ ആ സമയത്തുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ജീവിവർഗങ്ങളും എന്ത് ചെയ്തു? നശിച്ചു. അങ്ങനെ ഈ ഡൈനോസേഴ്സ് എന്തായി? എക്സ്റ്റിങ്റ്റ് ആയി. ഡൈനോസേഴ്സിന് വംശനാശം നേരിട്ടു. ഡൈനോസേഴ്സ് ഒരെണ്ണം പോലും ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഡൈനോസേഴ്സിൻ്റെ എക്സ്റ്റിങ്ഷനോട് ശേഷം, എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ വംശനാശം, ഡൈനോസേഴ്സിൻ്റെ എക്സ്റ്റിങ്ഷന് ശേഷം മാമൽസ് ആൻഡ് ഹ്യൂമൻസ് ഇവോൾവ്ഡ്. മാമൽസ് എന്ന് വെച്ചാൽ സസ്തനികളും പിന്നെ മനുഷ്യരും എന്ത് ചെയ്തു? ഇവോൾവ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഇംഗ്ലീഷ് മീഡിയം? ഇനി അടുത്ത നമുക്ക് മലയാളം മീഡിയം നോക്കാം. ഭൂമിയിലെ ജീവപരിണാമത്തിൻ്റെ കാലഗണന പട്ടിക. ഇതാണ് ആ നോട്ട് കേട്ടോ. അപ്പോൾ എഴുതിക്കോളൂ. ഒന്നാമത്തത് 4 to 4.6 ബില്യൺ വർഷം. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഭൂമിയുടെ ഉത്ഭവം. ഈ കാലഘട്ടത്തിലാണ് ഭൂമി രൂപപ്പെട്ടത്. അടുത്തത് 3.5നും 2.5 ബില്യൺ വർഷങ്ങൾക്കുമിടയിൽ ആദ്യ ജീവന്റെ രൂപീകരണം. ആദ്യ ജീവൻ രൂപീകരിക്കപ്പെട്ട കാലയളവ് 3.5നും 2.5 ബില്യൺ വർഷങ്ങൾക്കും ഇടയിലാണ്. ലളിത ഘടനയുള്ള ഏകകോശ ജീവികൾ അഥവാ പ്രോക്യാരിയോട്ടുകൾ രൂപപ്പെട്ടു. ലളിത ഘടനയുള്ള ഏകകോശ ജീവികൾ രൂപപ്പെട്ടു. എന്താണ്? പ്രോക്യാരിയോട്ടുകളാണ്. ഇവയ്ക്ക് സ്തരാവരണമുള്ള മർമ്മം ഉണ്ടായിരുന്നില്ല. അതായത് സ്തരം കൊണ്ട് ആവരണം ചെയ്ത ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇവയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് 3.5നും 2.5 ബില്യൺ വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചത്. ഇനി 2.5 ബില്യൺ മുതൽ 541 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? അവിടെ യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികളുടെ ഉദയം. അവിടെ എന്ത് സംഭവിച്ചു? യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ ഉദയം ചെയ്തു അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ രൂപപ്പെട്ടു. സ്തരാവരണമുള്ള മർമ്മവും കോശാംഗങ്ങളും ഉള്ള യൂക്യാരിയോട്ടുകളായ ജീവികൾ പ്രത്യക്ഷപ്പെട്ടു. സ്തരാവരണമുള്ള ഈ യൂക്യാരിയോട്ടുകൾക്ക് എന്തുണ്ടായിരുന്നു? സ്തരാവരണം ഉണ്ടായിരുന്നു. അതുപോലെ സ്തരാവരണമുള്ള കോശാംഗങ്ങളും ഉള്ള ജീവികളാണ് ഈ യൂക്യാരിയോട്ടുകൾ. അങ്ങനെയുള്ള ജീവികൾ പ്രത്യക്ഷപ്പെട്ട കാലഘട്ടമാണ് 2.5 ബില്യണിനും 541 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിൽ. ഇനി 541 മുതൽ 252 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഭൂമിയിൽ സസ്യങ്ങളും ജന്തുക്കളും കരയിൽ പ്രത്യക്ഷപ്പെട്ടു. കരയിൽ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ രൂപപ്പെട്ടു. ഇനി 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? ഈ കാലഘട്ടത്തിലാണ് ഡൈനോസറുകൾ കാണപ്പെട്ടത്. ഈ സമയത്താണ് ഡൈനോസറുകളുടെ കാലഘട്ടം. ഡൈനോസറുകൾ കാണപ്പെട്ട കാലഘട്ടമാണ് 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ. ഭൂമിയിൽ ആധിപത്യം പുലർത്തിയ ജീവികൾ ഈ കാലയളവിൽ എന്ന് വേണമെങ്കിൽ എഴുതണം കേട്ടോ. ഈ കാലയളവിൽ ഭൂമിയിൽ ആധിപത്യം പുലർത്തിയ ജീവികൾ ഡൈനോസറുകളായിരുന്നു. ഈ കാലയളവിൽ ഭൂമിയിൽ ആധിപത്യം പുലർത്തിയ ജീവികൾ ഡൈനോസറുകളായിരുന്നു. ഇനി 66 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വരെ എങ്ങനെയാണ്? സസ്തനികളുടെ ആവിർഭാവം, മനുഷ്യോൽപ്പത്തി. സസ്തനികളുടെ ആവിർഭാവവും മനുഷ്യോൽപ്പത്തിയും സംഭവിച്ചത് 66 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. ഡൈനോസറുകളുടെ വംശനാശത്തിന് ശേഷം സസ്തനികളും മനുഷ്യരും ആവിർഭവിച്ചു. ഡൈനോസേഴ്സിന് വംശനാശം സംഭവിച്ചതിന് ശേഷം മാമൽസ് അല്ലെങ്കിൽ സസ്തനികളും മനുഷ്യരും ആവിർഭവിച്ചു. ഇത്രയാണ് നമ്മൾ അതിൻ്റെ നോട്ടായിട്ട് എഴുതേണ്ടത് കേട്ടോ.
അടുത്തത് വിച്ച് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് അപ്പിയർഡ് മോസ്റ്റ് റീസെൻ്റ്ലി ഓൺ എർത്ത്? ഭൂമിയിൽ ഏറ്റവും അവസാനം ആവിർഭവിച്ച ജന്തു വിഭാഗങ്ങൾ ഏതാണ്? ജന്തു വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വിഭാഗത്തിലുള്ള ആനിമൽസ് ആണ്? മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്ന ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണ് ഏറ്റവും അവസാനം ഭൂമിയിൽ അപ്പിയർ ആയത്, അല്ലെ, ഭൂമിയിൽ ആവിർഭവിച്ച ജന്തു വിഭാഗം. അടുത്തത് വാട്ട് ഈസ് ദ കോസ്മിക് കലണ്ടർ? വാട്ട് എന്നാണ്, WHAT. വാട്ട് ഈസ് ദ കോസ്മിക് കലണ്ടർ? എന്താണ് കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ? ദ കോസ്മിക് കലണ്ടർ ഈസ് ദ കലണ്ടർ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അസ്യൂമിങ് ദ ഏജ് ഓഫ് ദ യൂണിവേഴ്സ് ടു ബി 1 year. യൂണിവേഴ്സിൻ്റെ ഏജ് ഒരു വർഷമായി കണക്കാക്കിക്കൊണ്ട്, അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട്, അല്ലെ, അങ്ങനെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കലണ്ടറിനെയാണ് കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത്. എന്താണ്? ദ കോസ്മിക് കലണ്ടർ ഈസ് എ കലണ്ടർ. കോസ്മിക് കലണ്ടർ എന്ന് പറഞ്ഞ ഒരു കലണ്ടറാണ്. ദാറ്റ് ഈസ് പ്രിപ്പയർഡ്, അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ അസ്യൂമിങ്. നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്താ അസ്യൂം ചെയ്യുന്നത്? ദ ഏജ് ഓഫ് ദി യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഏജ്, വയസ്സെന്ന് പറയുന്നത് ടു ബി 1 year, ഒരു വർഷം. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കലണ്ടറാണ് കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്രായം ഒരു വർഷമായി സങ്കല്പിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന കലണ്ടറാണ് കോസ്മിക് കലണ്ടർ. ഈ തന്നിട്ടുള്ളതാണ് കോസ്മിക് കലണ്ടർ. കണ്ടോ? നോക്കിയോളൂ. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഏതാണ്? ജനുവരിയിൽ എന്താ സംഭവിക്കുന്നത്? ദ യൂണിവേഴ്സ് വാസ് ബോൺ അറ്റ് എക്സാക്ട്ലി 0.00 ഓൺ ദ മോർണിംഗ് ഓഫ് ദ January 1st. ജനുവരി 1 മോർണിംഗിൽ, പുലർച്ചെ കൃത്യം 00.00 മണി എന്ന് വെച്ചാൽ എന്താണ്? 00.00 മണി എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ 12 മണിയാണ് കേട്ടോ. January 1 രാത്രി 12 മണി ഉണ്ടല്ലോ, ആ രാത്രി 12 മണിക്ക് ആരുണ്ടാകുന്നു? യൂണിവേഴ്സ് വാസ് ബോൺ, പ്രപഞ്ചം ഉണ്ടാകുന്നു. ജനുവരിയിൽ പ്രപഞ്ചം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 1 ആയപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ സോളാർ സിസ്റ്റം ആൻഡ് എർത്ത്, നമ്മുടെ സൗരയൂഥവും ഭൂമിയും രൂപപ്പെട്ടു. സോളാർ സിസ്റ്റവും എർത്തും രൂപപ്പെട്ടു. ഏത് മാസമാണ്? ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് 1 കേട്ടോ. ഓഗസ്റ്റ് 1 സോളാർ സിസ്റ്റവും എർത്തും രൂപപ്പെട്ടത്. അപ്പം അതിന് മുന്നേ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ്, അല്ലേ, 8ാമത്തെ മാസം. ജനുവരി എന്ന് പറയുമ്പോൾ 1ാമത്തെ മാസം നമ്മുടെ യൂണിവേഴ്സ് ബോണായി, അല്ലേ, രൂപപ്പെട്ടു. അതിനുശേഷം 8ാമത്തെ മാസമായപ്പോഴാണ് നമ്മുടെ സോളാർ സിസ്റ്റവും എർത്തും രൂപപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത മാസം സെപ്റ്റംബർ 22 എന്താ? ഒറിജിൻ ഓഫ് ലൈഫ്, ജീവൻ ആവിർഭവിച്ചു. ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ആവിർഭാവം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 22 കഴിഞ്ഞ് ഒക്ടോബർ 12 പ്രൊക്യാരിയോട്ടുകൾ രൂപപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നവംബർ 9 എന്താണ്? യൂക്യാരിയോട്ടുകൾ രൂപപ്പെട്ടു. ഇനി വളരെ സംഭവബഹുലമായ വർഷമാണ്, അല്ലെങ്കിൽ സംഭവബഹുലമായിട്ടുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതിൽ ഡിസംബർ 18 എന്താ സംഭവിച്ചത്? വേർട്ടിബ്രേറ്റ്സ്, നട്ടലുള്ള ജീവികൾ, ഇവോൾവ് ആയി, നട്ടലുള്ള ജീവികൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 20 ലാൻഡ് പ്ലാന്റ്സ്, അല്ലെ, കരയിൽ സസ്യങ്ങളൊക്കെ രൂപപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 26 ഡൈനോസേഴ്സ്, ഡിസംബർ 20 ലാൻഡ് പ്ലാന്റ്സ് രൂപപ്പെട്ടു. അതുപോലെ 26 ആയപ്പോൾ ഡൈനോസേഴ്സ് രൂപപ്പെട്ടു. ഡിസംബർ 27 മാമൽസ്, സസ്തനികൾ രൂപപ്പെട്ടു. ഡിസംബർ 31 11:52 PM ആര് രൂപപ്പെട്ടു? ഹ്യൂമൻ, മനുഷ്യൻ രൂപപ്പെട്ടു. എന്നാണ് ഡിസംബർ 31 11:52 PM മനുഷ്യൻ രൂപപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കോസ്മിക് കലണ്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ രൂപപ്പെട്ടിട്ട് വളരെ കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല, മില്യൺ കണക്കിന്, ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ രൂപപ്പെട്ടിട്ട്. പക്ഷേ ഈ ഒരു കോസ്മിക് കലണ്ടറിൽ ഒരു വർഷത്തെയാണ് നമ്മൾ മൊത്തം പ്രപഞ്ചം രൂപപ്പെട്ട് ഇതുവരെയുള്ള സമയമായിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ രൂപപ്പെട്ടിട്ട് വളരെ കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഈ ഒരു കോസ്മിക് കലണ്ടർ പ്രകാരം. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയോളൂ. ജനുവരി 1 പുലർച്ചെ കൃത്യം 00 മണിക്ക് എന്തുണ്ടാകുന്നു? പ്രപഞ്ചമുണ്ടാകുന്നു. അതിനുശേഷം കുറേ മാസങ്ങൾ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1 ആയപ്പോൾ സൗരയൂഥവും ഭൂമിയും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം സെപ്റ്റംബർ 22 ജീവന്റെ ആവിർഭാവം. ഇവിടെ നമ്മൾ അടുത്ത മാസം എന്നൊക്കെ പറയുന്നു, പക്ഷേ ഇവിടെ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഓരോ സംഭവങ്ങളും സംഭവിക്കുന്നത്, അല്ലേ? ജീവന്റെ ആവിർഭാവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 12 ആയപ്പോൾ പ്രൊക്യാരിയോട്ടുകൾ രൂപപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നവംബർ 9 ആയപ്പോൾ യൂക്യാരിയോട്ടുകൾ രൂപപ്പെട്ടു. അടുത്ത സംഭവ ബഹുലമായ ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
ഡിസംബർ 18-ാം തീയതി നട്ടെല്ലുള്ള ജീവികൾ രൂപപ്പെട്ടു. ഡിസംബർ 20-ാം തീയതി കരയിലെ സസ്യങ്ങൾ രൂപപ്പെട്ടു. ഡിസംബർ 26-ന് ഡൈനോസറുകൾ രൂപപ്പെട്ടു. ഡിസംബർ 27-ന് സസ്തനികൾ രൂപപ്പെട്ടു. ഡിസംബർ 31 11:52 PM ആര് രൂപപ്പെട്ടു? മനുഷ്യൻ രൂപപ്പെട്ടു. ഇവിടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം? കോസ്മിക് കലണ്ടർ പ്രകാരം മനുഷ്യൻ രൂപപ്പെട്ടത് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഡിസംബർ 31 11:52 PM. ഇനി കോസ്മിക് കലണ്ടർ പ്രകാരം ഡൈനോസർസിന്റെ രൂപീകരണം എന്നായിരുന്നു? ഡിസംബർ 26-ന്. സസ്തനികൾ ഡിസംബർ 27. അപ്പോൾ ഡിസംബർ 26-ന് ഡൈനോസറുകൾ, 27-ന് സസ്തനികൾ, 31-ന് മനുഷ്യർ രൂപപ്പെട്ടു. 31 11:52 PM. ഓക്കെ അല്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഈ തന്നിട്ടുള്ളതാണ് കോസ്മിക് കലണ്ടർ. ഇനി നോക്കിയോളൂ. അക്കോർഡിംഗ് ടു കോസ്മിക് കലണ്ടർ 1 സെക്കൻഡ് ഈസ് ഇക്വലന്റ് ടു അറൌണ്ട് ഡാഷ് ഇയേഴ്സ്. കോസ്മിക് കലണ്ടർ പ്രകാരം ഒരു സെക്കൻഡ് എന്നത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് സമാനമാണ്? ഒരു സെക്കൻഡാണ് കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്ലോക്കിൽ നോക്കി ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സെക്കൻഡ് സൂചി ഒന്ന് ചലിക്കൂലേ, ആ ഒരൊറ്റ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങൾക്ക് സമാനമാണ്? 438 438 വർഷങ്ങൾക്ക് സമാനമാണ് ഒരു സെക്കൻഡ് എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി റീച്ച്ഡ് ബൈ അനലൈസിംഗ് ദ ടൈം ലൈൻ ഓഫ് ദ എവല്യൂഷണറി പ്രോസസ്? പരിണാമ പ്രക്രിയയുടെ കാലഗണന പട്ടികയുടെ വിശകലനത്തിലൂടെ എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്താണ്? എന്ത് നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്? ആൻസർ: The process of evolution is the reason for the present biodiversity. നാം ഇന്ന് കാണുന്ന അല്ലേ ഇപ്പം പ്രസൻറ്റിലുള്ള ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ജൈവ വൈവിധ്യത്തിന് വൈവിധ്യമാർന്ന ജീവികൾ ഉണ്ടല്ലോ, അതിനെയാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പ്രസൻറ്റിലുള്ള ബയോഡൈവേഴ്സിറ്റി, പ്രസൻറ്റിലുള്ള ഈ ജൈവ വൈവിധ്യത്തിൻ്റെ ഇസ് ദ റീസൺ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ, ജീവപരിണാമം. എവല്യൂഷൻ എന്ന് പറയുന്ന അല്ലെ പരിണാമം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. പരിണാമം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഇസ് ദ റീസൺ, ഒരു കാരണം. ഏതിൻ്റെ കാരണം? ഫോർ ദ പ്രസൻറ്റ് ബയോഡൈവേഴ്സിറ്റി, ഇപ്പോൾ കാണുന്ന ഈ ഒരു ബയോഡൈവേഴ്സിറ്റി, ഈ ഒരു ജൈവ വൈവിധ്യത്തിന് കാരണം എന്ന് പറയുന്നത്. ഫ്രം ഓർഗാനിസംസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ് അല്ലെ, സിമ്പിൾ സ്ട്രക്ചറിലുള്ള ലളിതമായ ഘടനയുള്ള ഓർഗാനിസത്തിൽ നിന്നും കോംപ്ലക്സ് ഓർഗാനിസംസ് ഗ്രാജുവലി ഇവോൾവ്. കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവികൾ എങ്ങനെയാണ്? ഗ്രാജുവലി, ക്രമേണയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, പരിണമിച്ചു വന്നത്. പരിണാമ പ്രക്രിയയുടെ കാലഗണന പട്ടികയുടെ വിശകലനത്തിലൂടെ എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്താണ്? ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യത്തിന് പിന്നിൽ ജീവപരിണാമം എന്ന പ്രക്രിയയാണ്. ലളിതമായ ഘടനയുള്ള ജീവികളിൽ നിന്നും ക്രമേണ സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെട്ടു. നമുക്ക് ഇതിൻ്റെ ആ ലെറ്റേഴ്സ് സോൾവിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു യൂക്യാരിയോട്സ്. യൂക്യാരിയോട്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എ ക്ലിയർ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് സീൻ. വ്യക്തമായ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള മെംബ്രെയിൻ, അതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ, അത് കാണുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? കാരണം എന്താണ് ക്ലിയർ ന്യൂക്ലിയർ മെംബ്രെയിൻസ് കാണുന്നുണ്ട്. ഏതിൽ? യൂക്യാരിയോട്സിൽ. പ്രോക്യാരിയോട്സിലാണെങ്കിൽ അത് കാണപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വ്യക്തമായ മർമ്മസ്തരം കാണുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ റിലേറ്റ് ചെയ്യാത്ത അല്ലേ, ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ബി നോക്കിയോളൂ. സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിങ്. കോശങ്ങൾക്ക് മെംബ്രെയിനസ് കവറിങ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ? കോശങ്ങൾക്ക് മെംബ്രെയിനസ് കവറിങ് ഉണ്ടോ ഇല്ലയോ? കോശങ്ങൾക്ക് മെംബ്രെയിനസ് കവറിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂക്യാരിയോട്സുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് നോക്കാം. ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അകത്താണ് ജനറ്റിക് മെറ്റീരിയൽസ് കാണപ്പെടുന്നത്. അത് ശരിയാണ് അല്ലേ? അതായത് മർമ്മസ്തരത്തിനകത്ത് ജനിതക വസ്തുക്കൾ കാണപ്പെടുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂക്യാരിയോട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്ത
നാലാമത്തെ എന്താണ്? ഓർഗനൽസ് ദാറ്റ് പെർഫോം വേരിയസ് ഫങ്ഷൻസ് ആർ സീൻ. അതായത് വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശാംഗങ്ങൾ കാണപ്പെടുന്നു. അതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ? യൂക്യാരിയോട്ടിക്കിലാണ് വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന തരാവരണമുള്ള കോശാംഗങ്ങൾ. നമ്മൾ പഠിച്ചില്ലേ, മെംബ്രേനസ് ബൗണ്ട് ആയിട്ടുള്ള കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ് കാണപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് യൂക്യാരിയോട്സിലാണ്. അപ്പോൾ ഇതിൽ ഏതാണ്, സ്റ്റേറ്റ്മെന്റ് ആണ് ബന്ധമില്ലാത്തത്? യൂക്യാരിയോട്സുമായിട്ട് ബന്ധമില്ലാത്തത് ബി സ്റ്റേറ്റ്മെന്റ് ആണ്. സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രേനസ് കവറിംഗ്. കോശാംഗങ്ങൾക്ക് സ്തരാവരണമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. അതായത് യൂക്യാരിയോട്ടിക് സെല്ലുമായിട്ട് ബന്ധമില്ലാത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ടൈം ലൈൻ പ്രോപ്പർലി. അതായത് കാലഗണന പട്ടിക ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പോൾ ഈ തന്നിട്ടുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ക്രമീകരിച്ച് എഴുതണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ആദ്യം രൂപപ്പെട്ടത് പ്രോക്യാരിയോട്സ് അല്ലെ, പ്രോക്യാരിയോട്ടുകൾ. രണ്ടാമത് രൂപപ്പെട്ടത് യൂക്യാരിയോട്സ് അല്ലെങ്കിൽ യൂക്യാരിയോട്ടുകൾ. മൂന്നാമതായിട്ട് യൂക്യാരിയോട്ടുകളിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ രൂപപ്പെട്ടു. അതിനുശേഷം ദ ഫസ്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓൺ ലാൻഡ് അല്ലെ, കരയിൽ ഈ ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ രൂപപ്പെട്ടു. അതിനുശേഷം രൂപപ്പെട്ടതാണ് ഡൈനോസേഴ്സ് അല്ലെങ്കിൽ ദിനോസറുകൾ. അതിനുശേഷം മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ. അതിനുശേഷമാണ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെ, മനുഷ്യർ രൂപപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാനുള്ളത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് എ ബോക്സിലുള്ളതിന് ബി ബോക്സിലുള്ളതുമായിട്ട് നമ്മൾ പരസ്പരം മാച്ച് ചെയ്ത് എഴുതണം. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? യൂറേ മില്ലർ, ജോൺ ഓറോ, സിഡ്നി ഫോക്സ്, ഒപാരിൻ ഹാൾഡെയിൻ. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള സയന്റിസ്റ്റുകളെ അവരുടെ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് എഴുതാം. ഫസ്റ്റ് യൂറേ മില്ലർ എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? അമിനോ ആസിഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് യൂറേ മില്ലർ. ഇനി ജോൺ ഓറോ എന്തുമായിരുന്നു? നൈട്രജൻ ബേസ് ഫോക്സ് നമ്മുടെ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് അദ്ദേഹം കണ്ടുപിടിച്ചു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ജോൺ ഓറോ. ഇനി സിഡ്നി ഫോക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതിൽ പ്രോട്ടീനോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിഡ്നി ഫോക്സ്. ഇനി ഒപാരിൻ ഹാൽഡെയിൻ എന്ന് പറയുന്ന ആള് അത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ, രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ കിട്ടിയല്ലോ, യൂറേ മില്ലർ അമിനോ ആസിഡുകൾ, ജോൺ ഓറോ നൈട്രജൻ ബേസ്, സിഡ്നി ഫോക്സ് പ്രോട്ടീനോയിഡ്, ഒപാരിൻ ഹാൽഡെയിൻ രാസപരിണാമ സിദ്ധാന്തം. എ ബോക്സിൽ ABCD എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ബി ബോക്സിൽ 1 2 3 4 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ എയിലുള്ളതിനെ ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. എ യൂറേ മില്ലർ അല്ലേ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്? 2. അപ്പോൾ A2. അതുപോലെ ബി ജോവാൻ ഓറോ, ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്? 4 നൈട്രജൻ ബേസ്. അപ്പോൾ B4. അടുത്ത സി സിഡ്നി ഫോക്സ് സി ആണ്. അപ്പോൾ സി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് പ്രോട്ടീനോയിഡ്. അപ്പോൾ C3. അടുത്ത ഒപാരിൻ ഹാൽഡെയിൻ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് 1 ആണ്. അപ്പോൾ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അപ്പോൾ D1. അങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്ത് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ രണ്ടാമത്തെ യൂണിറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. താങ്ക്